നെറ്റരായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഏത് രീതിയിൽ കീഴടങ്ങിയിരിക്കണം എന്നുള്ള ചിന്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വരെയാണ് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ അതിൽ നമ്മളതൊന്ന് ക്രോഡീകരിച്ച് എടുക്കുകയാണെങ്കിൽ, അതിൽ കുറച്ച് കാര്യങ്ങളോട് അതിൽ പറയാനായിട്ടുണ്ട്. ക്രോഡീകരിച്ചെടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഈസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗോഡ്. ദൈവമാണ് ഈ ഗവൺമെൻറ്റിനെ എല്ലാം നടത്തുന്നത്. അതാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ അവരെ മിനിസ്റ്റേഴ്സ് ആക്കി എന്ന് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ദെയർ പർപ്പസ് ഈസ് ടു എക്സിക്യൂട്ട് ക്രിമിനൽസ് ആൻഡ് മേക്ക് ദ ലോ ആൻഡ് ഓർഡർ. അവരെ എന്തിനാണ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ക്രിമിനൽസായിട്ട്, എന്ന് വെച്ചാൽ രാജ്യദ്രോഹം അല്ലെങ്കിൽ ആളുകൾക്കെതിരായിട്ട്, ഡിസിപ്ലിനെതിരായിട്ട് നിൽക്കുന്നവരെ, അങ്ങനെയുള്ളവരാണ് ക്രിമിനൽസ് എന്നൊക്കെ പറയുന്നത്. അവരെ എക്സിക്യൂട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പീപ്പിൾ ടു സപ്പോർട്ട് ദ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് നമ്മുടെ രാഷ്ട്രത്തിലുള്ള ജനങ്ങളുടെ കടമ. ജനങ്ങളത് ചെയ്യാനായിട്ട് രാഷ്ട്രം എക്സ്പെക്റ്റ് ചെയ്യുന്നു. എല്ലാവരും ആന്തരികമായിട്ട് ആന്തരിക ലഹള എന്നൊക്കെ പറയുന്നത്, എല്ലാവരും ഗവൺമെൻറ്റിനെതിരായിട്ട് വരുമ്പോഴേ, നമുക്കറിയാം പാകിസ്ഥാനിലെ അതുപോലെ ബംഗ്ലാദേശിലൊക്കെ നടന്ന കാര്യം, ഗവൺമെൻറ്റിനെ താഴെ ഇട്ടുകൊണ്ട് പട്ടാളം കയറിയിട്ട് പട്ടാള ഭരണം നടക്കുന്ന ചില സ്ഥലങ്ങൾ കാണുന്നുണ്ട് നമ്മൾ. കാരണം അത് ഇറ്റ് ഈസ് ഡ്യൂട്ടി ഓഫ് ദ പീപ്പിൾ ടു സപ്പോർട്ട് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് പ്രജകളുടെ ഡ്യൂട്ടിയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. നാലാമത്, ഗവൺമെൻറ് ഈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടു പണിഷ് നോട്ട് ഓൺലി ക്രിമിനൽസ് ബട്ട് നേഷൻ ഓർ ക്രിമിനൽ നേഷൻസ്. ദൈവം ഈ രാഷ്ട്രങ്ങളെ വെച്ചിരിക്കുന്നത് ക്രിമിനൽസിനെ മാത്രം പണിഷ് ചെയ്യാനല്ല, അതുപോലെ ക്രിമിനൽ രാജ്യങ്ങളുണ്ട്. അടുത്ത രാജ്യങ്ങൾ ചിലയിടത്ത് ടെററിസ്റ്റ് ആക്ടിവിറ്റി ചെയ്ത് കടന്നു വരികയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധം, ഇപ്പം തന്നെ ഇസ്രായേലിലെ യുദ്ധത്തിൻ്റെ കാര്യം നമുക്കറിയാം. എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹമാസുമായിട്ടുള്ള യുദ്ധം സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യം, അവിടെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആരംഭിച്ചു, അവരെ ആളുകളെ പിടിച്ചുകൊണ്ട് പോയി, അതിൽ നിന്ന് ആരംഭിച്ച ഒരു സംഭവമാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ വീണ്ടും ഹിസ്ബുള്ളയുടെ ആക്ഷൻസ് വന്നു, അപ്പുറത്തുനിന്ന് ഇറാൻ്റെ ആക്ഷൻ വരുന്നു. ഇതെല്ലാം തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അയൽ രാജ്യങ്ങൾ അവരുമായിട്ടുള്ള യുദ്ധം, അതിനു വേണ്ടിയും കൂടിയാണ് ഗവൺമെൻറ്റിനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം, ഡു നോട്ട് നെഗ്ലക്ട് ദ ഗുഡ് ഗവൺമെൻറ്. ഒരിക്കലും ഒരു നല്ല ഗവൺമെൻറ്റിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. നല്ലൊരു ഗവൺമെൻറ് വന്നാൽ അതിൽ എന്താണ് സംഭവിക്കുന്നത്? നല്ല നീതി, ന്യായം എല്ലാം നടത്തുകയും പ്രത്യേകിച്ചും ദൈവമക്കൾക്ക് വേണ്ടിയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്ന ഗവൺമെൻറ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അനേകം ആളുകൾ രക്ഷിക്കപ്പെടും, അനേകം ആളുകൾ ദൈവത്തെ അറിയാനായിട്ട് ഇടവരും. നെഹമ്യാവിനെ നമുക്കറിയാവുന്നതാണല്ലോ. നെഹമ്യാവിൻ്റെ കാര്യം നമുക്കറിയാവുന്ന പഴയ നിയമത്തിലെ നെഹമ്യാവ് അവിടെ റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. രാജാവുമായിട്ട് സംസാരിക്കുകയും ഇവിടെ വന്ന് മതിൽ പണിയൊക്കെ ചെയ്യാനായിട്ട് ഇടവന്ന കാര്യമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നല്ല ഗവൺമെൻറ് ഉണ്ടാകാനായിട്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. ഇവിടെ ആന്ധ്രാപ്രദേശിൽ പോലും എനിക്കറിയാവുന്നതാണ്, നേരത്തെ ഉള്ള ഗവൺമെൻറ് ഇരുന്ന സമയത്ത് പാസ്റ്റേഴ്സിന് എല്ലാവർക്കും ഗ്രാൻഡായിട്ട് 5000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു 5000 രൂപ വെച്ച്. അതെന്താണ്? അതൊരു നല്ലൊരു ഗവൺമെൻറ്, ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു ആളുകളെ ക്രിസ്ത്യൻ വർക്കിനെ ഫേവർ ചെയ്യുന്നൊരു ഗവൺമെൻറ്റായിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട വലിയ ആവശ്യമുണ്ട് നല്ലൊരു ഗവൺമെൻറ്റിന് വേണ്ടി. മനുഷ്യരെക്കാളും നമ്മൾ ദൈവത്തെ അനുസരിക്കാനായിട്ടാണ് വിളിക്കപ്പെട്ടത്, നേരത്തെ പറഞ്ഞാണ്. അതുകൊണ്ട് സകല അധികാരത്തിൻ്റെയും ഉറവിടമായ, അല്ലെങ്കിൽ സകല അധികാരങ്ങളും വെസ്റ്റ് ചെയ്യുന്ന ദൈവത്തെ അനുസരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം, അത് വരണം. ദൈവത്തിനെതിരായിട്ടൊരു കൽപ്പന വരികയാണെങ്കിലും നമ്മൾ ദൈവത്തെ അനുസരിക്കണം. നമുക്ക് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ അന്തിക്രിസ്തുവിൻ്റെ മുദ്രയുള്ളവർക്ക് മാത്രമേ വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റുള്ളൂ. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോഴേ അതിൽ പറഞ്ഞിരുന്നു. കാരണം അന്നേരം ഒരു കൂട്ടം ആളുകൾ അതിനെ എതിർത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അവർ ദൈവത്തെ അനുസരിക്കണം, അന്തിക്രിസ്തുവിനെ അനുസരിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആ പീഡനകാലത്ത് അനേകം ആളെ കൊല്ലുന്നുണ്ടായിട്ടേ കാണുന്നു.
അതുകൊണ്ട് നമ്മൾ ദൈവത്തെയാണ് കൂടുതലായിട്ടും അനുസരിക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിച്ചു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച കാര്യങ്ങളാണ്. ഇനി നമ്മൾ തുടർന്ന് 8-ാം വാക്യത്തിൽ തൊട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. 8-ാം വാക്യത്തിൽ തൊട്ട് 14-ാം വാക്യത്തിലെ റിലേഷൻഷിപ്പ് വിത്ത് നെയ്ബേഴ്സ്, നമ്മളെ അയൽക്കാരോടുള്ള അല്ലെങ്കിൽ നമ്മുടെ വേൾഡിനോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് കാണിക്കുന്ന 8 തൊട്ട് 14 വാക്യം വരെ. അതിൽ 1-2 വാക്യം വായിക്കാം. 8-ാം വാക്യത്തിൽ അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തന്നെ. ഇവിടെ കാണുന്ന ഒരു കാര്യം, അന്യോന്യം സ്നേഹിക്കുന്നത് ഒഴികെ ആരോടും ഒരു കടപ്പാടും ഉണ്ടായിരിക്കും. എന്താണ് ഈ കടപ്പെട്ടിരിക്കരുത് എന്ന് പറയുന്നത്? ശരിയായിട്ടുള്ള തർജ്ജമ എന്ന് പറഞ്ഞാൽ കടപ്പാട് എന്നുള്ളൊരു മീനിങ്ങാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കടം? കടം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് ഫൈനാൻഷ്യൽ ഡെപ്റ്റിനെ കുറിച്ചാണ്. സാമ്പത്തിക കടം എന്നുള്ള കടമാണ്. ഒരുപാട് കടമുണ്ട് ബൈബിളിലെ. പാപക്കടം യേശു തീർത്തു. നമ്മുടെ പാപക്കടം യേശു തീർത്തു. ഇനിയിപ്പോൾ നമുക്ക് അതുകൊണ്ട് യേശുവിനോടുള്ള കടമാണ്. അതെന്താണ് യേശുവിനോടുള്ള കടം? യേശു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ലോകമൊക്കെയും പോയി സുവിശേഷം അറിയിപ്പാൻ. അതുകൊണ്ടാണ് സുവിശേഷ കടം എന്ന് വേണമെങ്കിൽ അതിന് പറയാം. പാപക്കടം കർത്താവ് വീട്ടി. അതുകൊണ്ട് സുവിശേഷ കടം, അത് സുവിശേഷം പറയുമ്പോൾ അത് വീടും. അത് നമ്മൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഉള്ളതാണ് സ്നേഹക്കടം. അതാണ് ഇവിടെ പറയുന്നത്, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കുന്നു. നമ്മൾ സ്നേഹിക്കണം. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിക്കുകയല്ല. ഇതെന്താണ്? പരസ്പരം സ്നേഹിക്കുന്ന കാര്യമാണ് പറയുന്നത്. അന്യനെ സ്നേഹിക്കുക, അവരെ കരുതുക എന്നുള്ള കാര്യം പറയുന്നത്. ഇത് 10 കൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആദ്യത്തെ ഭാഗങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. 9-ാം വാക്യം വരുമ്പോഴത്തേക്ക് വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ള ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന വചനത്തിൽ സംശയിച്ചിരിക്കുന്നു. 10 കൽപ്പനയിൽ 4 വെർട്ടിക്കലാണ്, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൽപ്പനകളാണ്. എന്നാൽ ബാക്കിയുള്ള 6 കൽപ്പന, 7, 6, 7, 8, 9, 10 കൽപ്പനകൾ നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ളതാണ്. 2ാമത്തെ സെക്ഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് അത് ന്യായപ്രമാണത്തിൽ സംക്ഷേപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹിക്കുമ്പോഴേ ഈ ബാക്കിയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാം ഇല്ലാതെ പോകും. അതാണ് എൻ്റെ ചുരുക്കത്തിൽ പറഞ്ഞാൽ കൂട്ടുകാരനെ സ്നേഹിക്കുന്നത്. അതിലെ ചില കാര്യങ്ങൾ അതിൽ കുറച്ചും കൂടി ഒന്ന് കൂടുതൽ പറയണം എന്ന് വിചാരിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പരം സ്നേഹിക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. കൂട്ടായ്മയിലുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവരെ കരുതുന്നതിന് തുല്യമാണ്. എന്ന് പറയുമ്പോൾ ഈ കടം കൊടുക്കുക, കടം വാങ്ങുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഇതിനകത്ത് വരും. ഇപ്പോൾ ഒരു സഹോദരന് പൈസ ഇല്ല, അവനാവശ്യമാണ് കാശ്, നമ്മളോട് കടം ചോദിക്കുക. ഫെലോഷിപ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ കടം കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഈ കടം കൊടുപ്പും കടം വാങ്ങിപ്പും ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത് എന്നുള്ളതാണ് ദൈവവചനം പറയുന്നത്. ആരോടൊന്നും കടംപെട്ടിരിക്കരുതെന്ന് പറഞ്ഞാൽ ലോണൊന്നും എടുക്കരുതെന്നോ അങ്ങനെയുള്ളൊരു മീനിങ് അല്ല. 1-2 വാക്യങ്ങൾ ഇതുമായിട്ട് ചേർന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 22-ന്റെ 25-ാം വാക്യത്തിൽ, എൻ്റെ ജനത്തിൽ നിൻ്റെ അടുക്കലുള്ള ഒരു ദരിദ്രനും പണം വായ്പ കൊടുത്താൽ പൊലിക്കടക്കാരനെ പോലെ ഇരിക്കരുത്, അവനോട് പലിശ വാങ്ങുകയും വരുത്. അതുപോലെ തന്നെ നീ കൂട്ടുകാരൻ്റെ വസ്ത്രം പണയം വാങ്ങിയാൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ മടക്കി കൊടുക്കണം. ഇവിടെ നമുക്ക് കാണുന്നു, വായ്പ കൊടുത്താൽ അത് അവരോട് പലിശ വാങ്ങരുത്, അതിന് വായ്പ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. മത്തായി 5:42 നിന്നോട് യാചിക്കുന്നവന് കൊടുക്ക, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. ആരെങ്കിലും വായ്പ വാങ്ങാൻ വരുന്നുണ്ടെങ്കിൽ അവനെ ഒഴിഞ്ഞു കളയരുതെന്ന് പറയുന്നുണ്ട്. ലൂക്കോസ് 6:35
നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പിൻ. അത് കടം കൊടുക്കുന്നവർ തിരിച്ചിങ്ങോട്ട് വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ കടം കൊടുക്കണം. അതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്താൽ അത് ശുശ്രൂഷയ്ക്ക് ഫെലോഷിപ്പിന് പ്രശ്നം ഉണ്ടായിത്തീരരുത്. അതാണ് ഒരു കൂട്ടായ്മയിൽ അന്യോന്യം കടം കൊടുത്തിട്ട് അവസാനം രണ്ടുപേരോട് അവിടെ കിടന്ന് അടിയുണ്ടാക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. കൊടുക്കുമ്പോഴേ അത് തിരിച്ച് പ്രതീക്ഷിക്കാതെ കൊടുക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക. അതാണ് ബൈബിള് പഠിപ്പിക്കുന്ന ഒരു കാര്യം. അല്ലാതെ അതിനകത്ത് ബിസിനസ് തുടങ്ങുന്നതിന് ലോൺ എടുക്കണോ, വീട് വെക്കാൻ ലോൺ എടുക്കാം, അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അവരുടെ ഇൻകത്തിൻ്റെ കാര്യവും അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ്. അതൊക്കെ വേറൊരു സബ്ജക്റ്റാണ്, അതിലേക്ക് നമ്മളിപ്പം പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് ഒരേ കാര്യം ഓർക്കുക, ആരോടും കടപ്പെട്ടിരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നല്ല ഒരു ഇതാണ്. ഈ കൽപ്പനകൾ സഹോദരൻ ഏതെങ്കിലും തരത്തിൽ ദ്രോഹം വരുത്താനായിട്ട് പാടില്ല. അതാണ് ഇവിടെ പറയുന്നത്. 9-ാം വാക്യത്തിൽ 6 കൽപ്പനകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 6 കൽപ്പനകളും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുകയാണ്. കാരണം പുതിയ നിയമകാലത്ത് അതിൽ പോലും ഈ പ്രമാണങ്ങളെല്ലാം തന്നെ ഈ പുതിയ നിയമകാലത്ത് റദ്ദാക്കൽ സംഭവിച്ചിട്ടില്ല. ഈ ന്യായപ്രമാണത്തിൻ്റെ കാര്യം ഇപ്പോഴുണ്ടോ, ന്യായപ്രമാണം ഉണ്ടോ ഇല്ലയോ എന്നൊരു എപ്പിസോഡ് നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ കൽപ്പനകളൊക്കെ വീണ്ടും ഇപ്പോൾ ഈ വ്യഭിചാരം ചെയ്യുക, കുല ചെയ്യുക, മോഷ്ടിക്കുക, മോഹിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കൽപ്പനകൾ തീർച്ചയായും അത് ബേസിക്കായിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന് രണ്ടാമത് പറയുന്നത് കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന് പറയുന്ന ആ കൽപ്പനയിൽ സംക്ഷേപിച്ചിരിക്കുന്ന കാര്യമാണിതെല്ലാം. കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കുക, അത് വ്യഭിചാരം ചെയ്യാനായിട്ട് ഇടവരിക, കുല ചെയ്യുക, അതുപോലെ അവൻ്റെ സ്വത്തുവകൾ മോഷ്ടിക്കുക, അവൻ്റെ സ്വത്ത് മോഹിക്കുക, ഇതെല്ലാം തന്നെ ഈ കൽപ്പനകളെല്ലാം തന്നെ പുതിയ നിയമത്തിലും അത് ഫോളോ ചെയ്യേണ്ട കൽപ്പനകളാണ്. എന്നാൽ ദൈവത്തോടുള്ള സ്നേഹം അതുല്യവും ഉന്നതവുമാണ്. നമ്മെ സ്നേഹിക്കുന്ന പോലെ ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെ നമ്മെ സ്നേഹിക്കുന്ന പോലെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ വരുന്നത്. അതായത് അങ്ങനെ വരുമ്പോഴേ 10-ാം വാക്യത്തിൽ പറയുന്ന പോലെ സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ്. പരിശുദ്ധാത്മാവിനാൽ പകരപ്പെട്ട ദൈവസ്നേഹത്താൽ നമ്മുടെ ഹൃദയം ഭരിക്കപ്പെടുമ്പോൾ നമ്മുടെ അയൽക്കാരന് തിന്മ ചെയ്യാതെ നന്മ ചെയ്യുവാനായിട്ട് ഇടവരും. അതായത് നാം അവന് നന്മ ചെയ്താൽ അവനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് തുല്യമാണത്. അതുകൊണ്ട് കഴിവതും നമ്മുടെ കൂട്ടുകാരനെ, അയൽക്കാരനെ സഹായിപ്പാനും അവസരം കിട്ടുമ്പോഴൊക്കെ നന്മ ചെയ്യുവാനും കർത്താവ് പഠിപ്പിച്ച മാതൃകയിൽ ജീവിപ്പാൻ നമുക്കിടവരട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിനകത്ത് സംക്ഷേപിച്ച് നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അന്യോന്യം സ്നേഹിക്കണം, ആരോടും കടപ്പെട്ടിരിക്കരുത്. കർത്താവ് പറഞ്ഞ 2 കൽപ്പനകൾ, പഴയ നിയമത്തിലുള്ള കൽപ്പനകളെല്ലാം കൂടെ ക്രോഡീകരിച്ച് ദൈവമായ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ എല്ലാ കൽപ്പനകളും അടങ്ങിയിരിക്കുന്നു. ആ കൽപ്പനകളാണ് ഇവിടെ കോട്ട് ചെയ്ത് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ന്യായപ്രമാണം നിന്നിൽ കൂടി നിവൃത്തിയാകും എന്നുള്ളതാണ് പറഞ്ഞത്. ഇതിൽ കൂടി എന്താണ് നമ്മൾ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ സ്നേഹം, കർത്താവ് നമ്മളോട് പ്രദർശിപ്പിച്ച സ്നേഹം യഥാർത്ഥത്തിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധ്യമാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ജീവിതങ്ങൾ കൂടി പലപ്പോഴും ഒഴിഞ്ഞു മാറിപ്പോകുന്ന അനുഭവങ്ങളല്ലേ പലപ്പോഴും ഉള്ളത്. പലപ്പോഴും സെക്ലൂഡഡ് ആയിട്ടുള്ളൊരു ലൈഫല്ലേ നമുക്കുള്ളത്. നമ്മുടെ അയലോക്കത്ത് ജീവിക്കുന്നവർ പോലും ആരാണെന്ന് പലർക്കും അറിയാം. പണ്ടൊക്കെ കമ്മ്യൂണിറ്റി ലിവിങ് ഒരുപാടുള്ള സമയങ്ങളിൽ അന്യോന്യം ഷെയർ ചെയ്യുകയും അന്യോന്യം ഒരുമിച്ചിരിക്കുകയും എല്ലാ കാര്യങ്ങളും കോപ്പറേറ്റ് ചെയ്യുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു. ഇന്ന് സിറ്റി ലിവിങ് വന്നതോടുകൂടി ആരാണ്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് പോലും ആൾക്കറിയത്തില്ല. അതുകൊണ്ട് അയൽക്കാരൻ ആരാണെന്ന് തിരിച്ചറിയുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുവാനായിട്ടുള്ള കഴിവ് നമുക്കുണ്ടാവട്ടെ. അതിൽ കൂടി ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് ചെല്ലുവാനായിട്ട് ഇടവരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ജീവിപ്പാനായിട്ട് സഹായിക്കണമേ. കൂട്ടുകാരനെ സ്നേഹിക്കുന്ന അനുഭവങ്ങൾ ഈ ദിവസങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൽപ്പനകളും കർത്താവെ യേശുക്രിസ്തു അർപ്പിച്ച് 2 കൽപ്പനകൾ കൊണ്ട് ഉപസംഹരിക്കുകയാണല്ലോ. അത് കർത്താവെ വീണ്ടും പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ വീണ്ടും അത് എഴുതി കാണിക്കുകയാണ്. അന്യോന്യം സ്നേഹിക്കുവാനായിട്ട്, ഞങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏത് രീതിയിലാണെന്ന് വിശകലനം ചെയ്യുവാനായിട്ട് കർത്താവെ നീ ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാൽ ഞങ്ങളെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സഹോദരങ്ങളോടുള്ള റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ കർത്താവെ ഇത് കേൾക്കുന്നവർക്കുണ്ടെങ്കിൽ അതെല്ലാം മാറി അവരെ സ്നേഹിപ്പാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ. പ്രത്യേകിച്ചും ബ്ലഡ് റിലേഷനുള്ള സഹോദരങ്ങളോട് കേസ് നടക്കുകയും അതിനോടുകൂടി ചില പ്രയാസങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന കുടുംബങ്ങൾ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ അവിടെയൊക്കെ സമാധാനം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരോട് നിരക്കുവാനും ആ കേസൊക്കെ വിഡ്രോ ചെയ്ത് അവരോട് സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിപ്പാൻ കർത്താവെ ഈ ദിവസങ്ങളിൽ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ എല്ലാ കാര്യങ്ങളും ദൈവിക പ്രമാണം അനുസരിച്ച് ചെയ്യുവാനായിട്ട് കർത്താവെ ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണമേ. കർത്താവെ ഞങ്ങളെ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഞങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് അത് ചെയ്യുവാനായിട്ട് കർത്താവെ ഞങ്ങളെ ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണമേ. നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തുറന്ന് വാച്ച് ചെയ്യണം. ഇത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുകയും അല്ലെങ്കിൽ നിങ്ങൾ സൈറ്റിൽ പോയിട്ട് metanoiaministries.in എന്നുള്ള സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രെയർ റിക്വസ്റ്റുകൾ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കമൻ്റ് ഇടാവുന്നതാണ്. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വാട്സാപ്പ് നമ്പറിൽ വിളിച്ചാൽ നമ്മൾ ഫോൺ എടുക്കുക, അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.